പിണറായി വിജയൻ. ഹലോ, കെബീർ ഗാർഡൻസ് ആണ് റിയാദിൽ നിന്നും. അപ്പൊ ഈ വരുന്ന 9-ാം തീയതി നമ്മുടെ നാട്ടില് നിയമസഭാ ഇലക്ഷൻ നടക്കുകയാണ്. അപ്പോൾ അതിന്റെ ആവേശം ഒട്ടും ചോരാതെ പ്രവാസ ലോകത്തും വളരെ ആവേശഭരിതരായിട്ടാണ് ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാസികളോട് നമ്മുടെ നാട്ടിലത്തെ ഇലക്ഷനെ പറ്റിയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കാണാം. ഇതിന്റെ കൂടെ ഇപ്പോൾ നമ്മളെ റിയാദിലെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകൻ മുജീബ് ഉൾപ്പെടെ ഉള്ളത്. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കാം ഇലക്ഷനെ സംബന്ധിച്ചിട്ട്. മുജീബ് ഭായി, അപ്പൊ നമ്മുടെ കേരളത്തില് വളരെ ആവേശത്തോടു കൂടിയിട്ട് ഇലക്ഷന്റെ പ്രചരണം നടക്കണം അല്ലെ? UDF ഉം LDF. അപ്പോ പിണറായി സർക്കാർ UDF LDF അല്ല, 3 മുന്നണികളെ NDA അടക്കമുള്ള 3 മുന്നണികളാണ് മത്സരത്തിലുള്ള. അപ്പോ എന്റെ ചോദ്യം ഇതാണ്, ഈ പ്രാവശ്യം പിണറായി സർക്കാർ 3ാമതും വരുമോ, തുടരുമോ ഭരണം, അതല്ല UDF തൂക്കുമോ? എന്തായാലും 3ാമത് ഭരണത്തിന് സാധ്യത ഇല്ല, അത് ഉറപ്പാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്തായാലും UDF അധികാരത്തിൽ വരും, അതിലൊരു സംശയമില്ല. ഉറപ്പാണ്, തീർച്ചയായും വിശ്വാസമാണ്, 100%. മുജീബ് സാഹിബിന്റെ മണ്ഡലം ഏതാണ്? നിലമ്പൂരാണ്. നിലമ്പൂര് ആര് തൂക്കും? ആര്യടൻ ഷൗക്കത്ത് തൂക്കും. അപ്പൊ നിലമ്പൂക്കാരുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ലൈക്ക് തരാം. കാരണം എന്താ അറിയോ, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിലെ പ്രകമ്പനം കൊള്ളിച്ച ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് അതിൽ വിന്നറായതാണ് ആര്യടൻ ഷൗക്കത്ത്. അതേ ആര്യടൻ ഷൗക്കത്ത് തന്നെ വർദ്ധിത വീതത്തോടെ ഒരിക്കൽ കൂടെ തിരിച്ചു വരും. എന്റെ കൂടെ നമ്മുടെ റിയാദിന്റെ സ്വന്തം വോയിസ് ഓഫ് നസീമാണ്. റിയാദിലെ പ്രശസ്തനായ ഇൻഫ്ലുവൻസറും കൂടിയാണ് അദ്ദേഹം, അല്ലെ? ആണോ? അതെ, സംശയം ഒരിക്കലും ആണ്. ഒരിക്കലും ചെറിയ രീതിയിൽ നമ്മുടെ രീതിയിൽ ഒരു ഇങ്ങനെ പോകുന്നല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ഒന്നും. ഓക്കെ. അപ്പൊ നസീമിന്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ കേരളത്തിൽ 9ാം തീയതി ഇലക്ഷൻ നടക്കുകയാണ്, നിയമസഭാ ഇലക്ഷൻ അല്ലെ? അപ്പൊ 2 തവണ നമ്മുടെ പിണറായി സർക്കാരാണ്, LDF ആണ് ഭരിച്ചത്. 3ാം തവണ നമ്മുടെ പിണറായി സർക്കാർ തന്നെ വരും, അതോ UDF തൂക്കും? UDF തൂക്കും. ചോദ്യം വളരെ എന്താ പറയാ, ആലോചിച്ച് മറുപടി പറയുന്ന ചോദ്യം ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ രാഷ്ട്രീയപരമായിട്ട് ഞാൻ അധികം ചർച്ചകൾക്ക് നിൽക്കാറില്ല. പിന്നെ ഒരു പാർട്ടിയിൽ അങ്ങനെ ഒഫീഷ്യലി മെമ്പർഷിപ്പ് ഇല്ല. നല്ല കാര്യങ്ങൾ ചെയ്ത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. 2 വട്ടം LDF കേരളത്തിൽ ഭരിച്ചു. നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇനിയൊരു തുടർഭരണം വരാതിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയൊരു ഭരണ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒരു ഭരണം മാറുമ്പോഴാണ് കേരളത്തിൽ ഇതുവരെ എന്തൊക്കെ ചെയ്തോ ഈ വ്യത്യസ്തമായിട്ട് എന്തൊക്കെ പല ഐഡിയാസും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് അടുത്ത ഭരണമാറ്റത്തിലായിരിക്കും ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. നല്ലതിനാവട്ടെ, UDF അധികാരത്തിൽ വന്നാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വളരെ നല്ല അഭിപ്രായമാണ്. കാരണം ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായമല്ല, നസീമിന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് അദ്ദേഹം ഇവിടെ രേഖപ്പെടുത്തിയത്. ഒരുപാട് സാധാരണക്കാരുടെ അഭിപ്രായം അങ്ങനെയാണ്. കാരണം UDF-നെ ഞാൻ അനുകൂലിക്കുന്നത് മാത്രമല്ല, ഈ കഴിഞ്ഞ ഇലക്ഷനൊക്കെ സോറി ആൾ ക്ലോസ് ചെയ്തു റെസ്റ്റോറന്റിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അപ്പൊ ഈ കഴിഞ്ഞ ഇലക്ഷനൊക്കെ അതിലൊരു ഉദാഹരണമാണ്. UDF വരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ രാഷ്ട്രീയമാണ്, അതൊരു നമുക്ക് എന്തും പ്രവചനാതീതമാണ് റിസൾട്ട് എന്ന് പറയുന്നത്. എന്ത് സംഭവിക്കാം. എന്റെ പുല്ലൂർ മണ്ഡലമാണ്. അതിപ്പോ ഒരിക്കലും ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു രാഷ്ട്രീയ റിസൾട്ട് എന്ന് പറയുന്നത് ഒരിക്കലും പ്രഡിക്റ്റ് UDF പോരട്ടെ, ഞാൻ പറഞ്ഞില്ല UDF പോരട്ടെ, എന്നിട്ട് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. അവരെ കൊണ്ട് പറ്റില്ലെങ്കിൽ നമുക്ക് മണ്ഡലത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കും നസീമിനും ഒരു ലൈക്കാണ്. യെസ്. അപ്പൊ എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട നാസർ പൊന്നാനിയും റഫീഖ് കോഴിക്കോടാണ്. ഇവരുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് റിയാദിൽ തന്നെ അല്ലെങ്കിൽ ഗൾഫ് കൺട്രിയിൽ തന്നെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വമാണ്. കേരളയുടെ തന്നെ ജീവകാരുണ്യ ചെയർമാനും കൺവീനറുമാണ് എന്റെ കൂടെ ഉള്ളത്. അപ്പൊ ഇവരെടുത്ത് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഇലക്ഷന്റെ അഭിപ്രായങ്ങൾ ചോദിക്കാം. അപ്പോ നാസർ ഭായി, നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ഇലക്ഷൻ ചൂടിലാണല്ലേ? പ്രവാസ ലോകത്തും നമ്മൾ അതിന്റെ ആവേശം നിലനിർത്തിക്കൊണ്ട് മുന്നേറുകയാണ്. അപ്പൊ നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ കേരളത്തില് ഇപ്രാവശ്യം LDF ഭരണം നിലനിർത്തോ അതോ UDF അത് ഭരണം എടുത്തുകൊണ്ട് പോകും? ഒരിക്കലും UDF-ലേക്ക് പോകില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികസനം മാത്രമല്ല, ഇന്ന് നിലവിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആയാലും ശരി, ഇപ്പോൾ RCC പോലുള്ള അല്ലെങ്കിൽ മറ്റുള്ള ഇതിലൊക്കെ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന UDF-ന്റെ സിസ്റ്റമാറ്റിക് അല്ലെന്ന്. പ്രവാസികൾക്ക് ഉണ്ടായിട്ടുള്ള നോർക്കവുമായി ബന്ധപ്പെട്ടുള്ള ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, മെഡിക്കൽ ഇൻഷുറൻസ്, ഒരുപാട് നിരവധി പറഞ്ഞാൽ തീരാത്ത വികസനങ്ങൾ ഉള്ള ഒരു ഭരണമായിരുന്നു നമുക്ക് 10 വർഷം കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷത്തെ ഭരണം മനസ്സിലാക്കുന്നവർ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും UDF-ന് അടുത്ത ഭരണം തിരിച്ചു കൊടുക്കില്ല. പ്രത്യേകിച്ച് ഞാൻ പൊന്നാനി മണ്ഡലത്തിലുള്ള ഒരു വ്യക്തിയാണ്. EKM ബിച്ചു അവന്റെ മണ്ണ് എന്ന് ഞാൻ പറയും. കാരണം EKM ബിച്ചു അവൻ ഉണ്ടാക്കിയിട്ടുള്ള വിപ്ലവം നന്ദേട്ടനിൽ വന്ന് അവസാനിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ അവിടെ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ പൊന്നാനിത്തിന്റെ വികസനങ്ങളിൽ ഒരുപാട് മുന്നോട്ട് കയറിപ്പോയിരിക്കുകയാണ്. പണ്ട്
എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഉണ്ടായിരുന്ന പൊന്നാനിയല്ല. ഇന്ന് ഞാൻ ഓരോ വർഷവും നാട്ടിലോട്ട് പോകുമ്പോൾ എൻ്റെ നാടാണോ എന്നുള്ളൊരു സംശയത്തിലാണ് ഞാൻ അവിടെ മാറ്റങ്ങൾ. ആ മാറ്റങ്ങളുടെ വികസനങ്ങൾ ഒക്കെ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LDFന്റെ ഭരണം കൊണ്ട് മാത്രമാണ് സാധിക്കുകയുള്ളൂ. പക്ഷേ ഇത് UDFന്റെ കയ്യിലായിരുന്നെങ്കിൽ ഇന്ന് UP, ബീഹാർ പോലുള്ള സംസ്ഥാനം പോലെ ആയി മാറുമായിരുന്നു. BJPയുടെ കയ്യിലേക്ക് എത്തിച്ചു അത് ഇന്ന് അവർ പരിശ്രമിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ സാധാരണ ഒരു വർഗീയ ലെവലിൽ നമുക്ക് പറയാൻ പാടില്ല. ഇന്ന് കോൺഗ്രസ്സുകാർ വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ പ്രാവശ്യം UDFന് വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും അടുത്ത പ്രാവശ്യം BJPയിലേക്ക് വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. നടത്തുന്ന കാരണം എന്താണെന്ന് അറിയോ? ഇവർക്ക് പിടിച്ചു നിർത്താനോ അവരുടെ പാർട്ടിയെ നിലനിർത്താനോ കഴിവില്ല എന്നുള്ളതാണ് അവിടെ തെളിയിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും പിണറായി സഖാവിന്റെ കയ്യിൽ ഭദ്രമായിരിക്കും. തീർച്ചയായിട്ടും. അപ്പൊ പൊന്നാനി മണ്ഡലമാണല്ലേ? പൊന്നാനി മണ്ഡലം കോഴിക്കോട് മണ്ഡലത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ ഒരു ലൈക്ക്. അഷ്റഫ് വാഴക്കാടുണ്ട്, റിയാദിൽ അറിയപ്പെടുന്ന കലാകാരനാണ്. അഷ്റഫ് ഭായി, എന്താണ് ഇപ്പൊ നാട്ടിൽ ഭയങ്കര ചൂടേറിയ സംവാദങ്ങളും കാര്യങ്ങളും നടക്കുകയുള്ളൂ ഇലക്ഷൻ സംബന്ധമായിട്ട്? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഈ പ്രാവശ്യം LDF ഭരണം നിലനിർത്തോ അതോ UDF ഭരണം തൂക്കോ? നമ്മുടെ ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ കേരളം എന്ന് പറഞ്ഞാല് ഏവരും പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സമയമാണ് ഇപ്പം. കാരണം ഇന്ത്യക്ക് തന്നെ മാതൃകയായ ഒരു സംസ്ഥാനമാണ് കേരളം, എല്ലാ രംഗത്തും മുന്നിട്ട് നിൽക്കുന്ന. അപ്പൊ അവിടെ നല്ല ഭരണമാണ് വരേണ്ടത്. ആര് വന്നാലും നല്ല ഭരണം വരട്ടെന്നാണ് ഞാനത് പറയാൻ. ഞങ്ങളെ മണ്ഡലത്തില് ഒരാളെ എനിക്ക് അറിയുള്ളൂ, അഷ്റഫ് അലി കൊണ്ടിട്ട്. എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത് എന്തായാലും ഇനി ഒരു ചേഞ്ച് വരണമെന്ന് തന്നെയാണ്. അപ്പൊ എന്നോടൊപ്പം നമ്മുടെ ധനുഷാണുള്ളത്. അപ്പൊ ധനുഷിന്റെ അടുത്ത് ചോദിക്കാം, നമ്മുടെ കേരളത്തിൽ ഈ 9-ാം തീയതി നടക്കുന്ന ഇലക്ഷനെ പറ്റി. ധനുഷ്, നമ്മുടെ കേരളത്തിൽ ഇലക്ഷൻ നടക്കണം 9-ാം തീയതി അല്ലേ? വളരെ ആവേശകരമായ പ്രവർത്തനങ്ങളാണ് കേരളത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും. അതേപോലെ തന്നെ നമ്മളെ ഇവിടെ പ്രവാസ ലോകത്തും നമ്മൾ വളരെ ആവേശത്തോടെയാണ് മുന്നേറുന്നത് അല്ലെ? വളരെ കൺവെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോകുന്നുണ്ട്. അപ്പൊ ധനുഷിന്റെ അഭിപ്രായത്തില് ഇപ്പൊ നമ്മുടെ പിണറായി സഖാവിന്റെ നേതൃത്വത്തിൽ LDF 2 തവണ ഭരണം നടത്തി 10 വർഷം, 3ാമത്തെ ടേണിലാണുള്ളത്. അപ്പോ LDF ഭരണം നിലനിർത്തുമോ, ഈ ഭരണം തുടരുമോ, അതോ UDF കൊണ്ടുപോകുമോ? ഏതാണ് അഭിപ്രായം? LDF ഭരണം തുടർച്ച ഒരു 3ാമത് ഘട്ടം വരുന്നുള്ളതിനെ പറയാൻ കാരണം ഇത്രയും വികസനങ്ങളും നാട്ടിലേക്ക് വേണ്ട എല്ലാ നല്ല കാര്യങ്ങളും മുണ്ടക്കയത്തെ ചുരുൾ വിഷയത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ സർക്കാർ ഇതുവരെ അടുത്തുള്ള കൊറോണ കാലത്ത്, പിന്നെ അതേപോലെ വെള്ളപ്പൊക്കത്തിന്റെ കാലത്തൊക്കെ നമ്മളെ സർക്കാർ എടുത്തിട്ടുള്ള നിലപാടും അവർക്ക് വേണ്ടി ഈ ജനങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള ഓരോരോ നല്ല കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ ഉള്ളിൽ കാണുകയാണ്. മറ്റേ കോൺഗ്രസ് ആണെച്ചെങ്കിൽ മറ്റുള്ള പിന്നെ അടുത്ത ആൾക്കാരിന്ന് പൈസ പിരിച്ചിട്ട് അത് മുക്കിയിട്ട് ഇപ്പൊ ആ സ്ഥലം മാത്രം വിവാദമായിട്ട് നിൽക്കണം. പിന്നെ BJPയും കാര്യങ്ങളൊക്കെ വെച്ചെങ്കിൽ ഇപ്പൊ വർഗീയതയും കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞിട്ട് അവർ ആ തരത്തിലാണ് വോട്ട് ചെയ്യുന്നത്. അപ്പൊ ജനങ്ങൾക്ക് ഇതുവരെ നൽകിയിട്ടുള്ള 10 വർഷത്തിലുള്ള നല്ല രീതിയിലുള്ള ഒരു ഭരണമാണ്. അത് ജനങ്ങൾ വീണ്ടും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് LDF തന്നെ വരും എന്നുള്ളതാണ്. പൊന്നാനി മണ്ഡലത്തിൽ ആരാണ് സ്ഥാനാർത്ഥി? ഷക്കീർ ഭായി വിജയിക്കോ അതോ? ഉറപ്പായിട്ട് ഷക്കീർ. അത് മുൻകൂർ വളരെ ശക്തനായ ചെയർമാനാണ്, പിന്നെ ഹജ്ജിന്റെ ഇതിന്റെ ചെയർമാനൊക്കെ ആയിട്ട് മുൻകൂർ നിന്നിരുന്നത്. പക്ഷെ ശക്തനായ എതിരാളിയാണ് നൗഷാദ് ഭായ്. വളരെ മുന്നേറുകയാണ് UDF. അങ്ങനെയാണ് ടോട്ടലി അഭിപ്രായം പൊന്നാനിയുള്ളത്. അങ്ങനെയാണ് തരംഗം വരുന്നത്, എല്ലായിടത്തും തരംഗം വരുന്നത് LDF തന്നെയാണ് എല്ലായിടത്തും വരുന്നത്. എന്തായാലും കഴിഞ്ഞ ഇലക്ഷനും ഇതേപോലെ സ്ഥാനാർത്ഥിനെ പറ്റിയിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. എന്നിട്ട് നല്ല രീതിയിൽ തന്നെയാണ് ശ്രീരാം നമ്മളെ നന്ദകുമാർ സഹാവ് നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ കൂടുതലായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ആ പ്രശ്നത്തിന്റെ ഇടയിൽ. ഇനിയും അതിന് കൂടുന്നുള്ള തന്നെയാണ് പറയുന്നത്. അപ്പൊ പൊന്നാനിയും കൊണ്ടുപോകും ഉറപ്പായിട്ടും. പൊന്നാനി മണ്ഡലത്തിലുള്ള ഇത് കാണുന്നുണ്ടെങ്കിൽ നമുക്കൊരു ലൈക്ക് കെട്ട് അല്ലെ? അപ്പൊ എന്റെ കൂടെ ഉള്ളത് ഒരു കപ്പിളാണ്. കപ്പിൾ മാത്രമല്ല, നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും കൂടിയിട്ടാണ്. അവര് നമ്മുടെ പ്രീതിയും നമ്മുടെ പ്രിയപ്പെട്ട നിതിനും. അപ്പൊ എന്റെ ചോദ്യം പ്രീതിനോടാണ്. ഓക്കെ പ്രീതി, ഇപ്പൊ നമ്മുടെ കേരളം ഭരിക്കുന്നവരാണ് LDF സർക്കാരാണ്. ഇപ്പൊ ഇലക്ഷൻ എന്ന് പറയുന്നത് അല്ലെ? നമ്മളൊക്കെ വളരെ ആവേശത്തിലാണ്. പ്രവാസ ലോകവും നാട്ടിൽ ഭയങ്കര ചൂടേറിയ പ്രചരണം നടക്കുന്നത്. അപ്പൊ പ്രീതിയുടെ അഭിപ്രായത്തില് പിണറായി സർക്കാർ 3ാമത് ഭരണത്തിൽ തുടർച്ചയായിട്ട് വരുമോ, അതോ UDF സതീഷ് ഉണ്ടല്ലോ നേതാവ്, മൂപ്പരുടെ ഇതില് UDF തൂക്കിയെടുക്കുമോ? എന്റെ ആഗ്രഹം പിണറായി സർക്കാർ തന്നെ തുടരണം. LDF വരണം. എന്താണ് ആഗ്രഹം അങ്ങനെ പറയാൻ കാരണം? എന്താണ്? എനിക്ക് ഇഷ്ടപ്പെട്ടു ഭരണമാണ് അല്ലെ? സാറാണ്. അപ്പൊ പ്രീതിയുടെ അഭിപ്രായത്തിൽ LDF വീണ്ടും വരണമെന്നാണ് കേട്ടോ. ഏതാണ് മണ്ഡലങ്ങള്?
പത്തനംതിട്ട. പത്തനംതിട്ട. അപ്പൊ പത്തനംതിട്ടയിലുള്ള ആളുകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പക്ഷെ പത്തനംതിട്ടയിൽ UDF ആയിരിക്കും. ആയിരിക്കും അല്ലേ? അങ്ങനെ ഉണ്ടല്ലേ? ഓക്കെ, നല്ല അഭിപ്രായം. അപ്പൊ പ്രീതിയുടെ അഭിപ്രായം കേട്ടല്ലോ. അപ്പൊ നിതിൻക്കും അഭിപ്രായം പറയാനുണ്ട്. നിതിൻ ബ്രോ, സെയിം ചോദ്യം തന്നെയാണ്. ആര് തൂക്കും ഈ പ്രാവശ്യത്തെ ഭരണം? എന്റെ അഭിപ്രായത്തിൽ LDF തന്നെ തുടർച്ചയായിട്ട് വീണ്ടും ഭരിക്കണം എന്നാണ്. LDF ഭരണം എന്നാണ്. കാരണം കഴിഞ്ഞ 2 തവണ LDF ജയിച്ചപ്പോഴും അവര് ഭരിക്കുന്ന സമയത്ത് നല്ല വികസനങ്ങൾ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടുതൽ വികസനം കൊണ്ടുവരണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. എന്റെ വേണമെങ്കിൽ LDF എന്റെ അഭിപ്രായത്തിൽ LDF തന്നെ വീണ്ടും വരണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. നിങ്ങളെ മണ്ഡലം ഏതാണ്? എന്റെ കുന്നമംഗലം. കുന്നമംഗലം LDF. അപ്പൊ കുന്നമംഗലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ